ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി. നീ കുറച്ച് നോറയും ജാസ്മിനും ജയിലിലിരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒളിഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുന്ന സിബിനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് ഇവർ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗബ്രിയെയും ജാസ്മിനെയും കുറിച്ചാണ്. അപ്പൊ ആ റിലേഷനെ കുറിച്ചാണ് നോറ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ജാസ്മിൻ. ഇവിടെ കേരളത്തിലെ ജനങ്ങള് ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പായി കാണാനും അല്ലാത്തതിനെയും തിരിച്ചറിയും. ഈ ഇപ്പോൾ 2024 എത്തി നിൽക്കുന്ന സമയത്ത് മറിച്ച് ചിന്തിക്കും, തിരിച്ചു ചിന്തിക്കും. അവർക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതിയത്. ഒരു കാറ്റ് ഇങ്ങോട്ട് വീശിക്കഴിഞ്ഞാൽ തിരിച്ചും കാറ്റ് വീശും എന്നാണ് ഞാൻ കരുതിയത്. ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ. അവർ ഇവിടെ നിൽക്കുന്നത് പോലെയാണോ പുറത്ത് ചെയ്യുന്നത് എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത്. അല്ലല്ലോ, അവരിവിടെ അഭിനയിക്കല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ജാസ്മിൻ അവിടെ ചോദിക്കുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മുടെ നോറ പറയുന്നുണ്ട്, നീയും ഗബ്രിയും തമ്മിൽ ഒരു റിലേഷൻ ആണെന്നൊന്നും എനിക്ക് മുമ്പ് തോന്നിയിട്ടില്ല. നിങ്ങൾ ഒരുമിച്ച് ഗെയിം കളിക്കുകയാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു അവസ്ഥയിൽ എത്തിയ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ഗെയിം കളിക്കുകയാണെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ പറയുകയും നോമിനേഷനിൽ വരുത്തുകയും ചെയ്തു. പിന്നെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നിങ്ങളുടെ വീഡിയോ കാണിച്ച സമയത്താണ് നിങ്ങൾ തമ്മിൽ റിലേഷനിലാണോ എന്നൊരു സംശയം എനിക്കുണ്ടായത്. ആ സമയത്ത് നിന്നെയല്ല എനിക്ക് സംശയം തോന്നിയത്, ഗബ്രിയാണ് എനിക്ക് സംശയം തോന്നിയത്. നിങ്ങൾ തമ്മിൽ റിലേഷനിലാണോ, ആ ഒരു റിലേഷൻ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഗെയിം കളിക്കുന്നത്, നിങ്ങൾ ഒരുമിച്ച് ഒരു റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ സംശയിച്ചു. പക്ഷേ നീ ഇതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് വരെ നീ പറഞ്ഞിരുന്നു നീ പുറത്ത് കമ്മിറ്റഡ് ആണ്, നീ അവിടെ വാക്ക് കൊടുത്തിട്ടാണ് വന്നതെന്ന്. എന്നിട്ട് പിന്നെ നീ ഇവിടെ വന്ന് ഇത് പറയുന്ന സമയത്ത് നിനക്കതിന് കൃത്യമായ ഉത്തരം പറയാനില്ലാത്തതല്ലേ എന്ന് നോറ ചോദിക്കുന്നുണ്ട് അവിടെ. ആ സമയത്ത് ജാസ്മിൻ പറയുന്ന മറുപടിയാണ് ഏറ്റവും രസമായത്. ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും എനിക്കിവിടെ വന്നിട്ട് കമ്മിറ്റഡ് ആവണമെങ്കിൽ ആവാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തിന് ഒരു ഇഷ്ടമുണ്ട്. പക്ഷേ അത് എന്ത് റിലേഷൻ ആണെന്ന് ഞങ്ങൾക്കത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കത് കമ്മിറ്റ്മെന്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമാണ് കാര്യം എന്നാണ് അവിടെ ജാസ്മിൻ പറയുന്നത്. അതായത് പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇവിടെ വന്നിട്ട് എനിക്ക് കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആവാം എന്നാണ് ജാസ്മിനോട് പറയുന്നത്. അതാണ് ജാസ്മിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്മിറ്റഡ് ആവാമല്ലോ, അവിടെ പുറത്തുണ്ടെങ്കിൽ എന്ത് ഇവിടെ ആയിക്കൂടെ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത്. പക്ഷെ അവിടേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങളുടെ ഉള്ളിലൊരു ഇഷ്ടമുണ്ട്, അവിടേക്ക് എത്തിക്കാൻ താല്പര്യമില്ല എന്ന് ഞങ്ങൾ പറയുന്നത് തന്നെയല്ലേ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ എന്നാണ് ജാസ്മിൻ നോറയുടെ അടുത്ത് ചോദിക്കുന്നത്. ഇത് എന്ത് ക്ലാരിഫിക്കേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല.